വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി കൊച്ചി താലൂക്ക് യൂണിയൻ മഹിളാ സംഘത്തിന്റെ വനിതാ കൺവെൻഷൻ 2024 ഓഗസ്റ്റ് 25 നായരമ്പലത്ത് വെച്ച് നടന്നു. രാവിലെ 9:30 താലൂക്ക് മഹിളാ സംഘം പ്രസിഡന്റ് നെല്ലി ഉണ്ണികൃഷ്ണൻ പതാക ഉയർത്തി. ശ്രീമതി അംബിക ശശി മഹിളാ സംഘം സംസ്ഥാന പ്രസിഡന്റ് നിലവിളക്ക് തെളിയിച്ച് യോഗം ഉദ്ഘാടനം ചെയ്തു. VSS ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ VT അനിൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് ശ്രീമതി വനജ സജീവൻ വിശ്വകർമ്മ ദർശനത്തെക്കുറിച്ചും ജില്ലാ സെക്രട്ടറി ശ്രീമതി ജിഷ ശ്രീമുരുകൻ സംഘടനാ സന്ദേശവും നടത്തി. കൊച്ചി താലൂക്കിലെ മഹിളാ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തണമെന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടു. VSS ജില്ലാ ഖജാൻജി രാധാകൃഷ്ണൻ PK, താലൂക്ക് പ്രസിഡന്റ് KR ഉണ്ണി, താലൂക്ക് ഖജാൻജി എന്നിവർ ആശംസ അർപ്പിച്ച യോഗം ശ്രീമതി ഓമന സുരേഷിന്റെ നന്ദിയോടെ പര്യവസാനിച്ചു. രണ്ട് കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഈ വനിതാ കൺവെൻഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ താലൂക്കിൽ എല്ലാ മഹിളാ സംഘങ്ങളിലും പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല, എല്ലാവരും എത്തുന്നില്ല, ആ ഒരു പ്രശ്നങ്ങൾ ഏറി വരികയാണ്. അപ്പോൾ അതിനൊരു മുന്നോടിയാണ് നമ്മൾ എല്ലാവരും ഒത്തൊരുമയോട് കൂടി നമ്മുടെ മഹിളാ സംഘത്തെ എങ്ങനെ ശക്തിപ്പെടുത്തണം എന്ന് നമ്മൾ എല്ലാവരും ഒറ്റൊരുമയോട് കൂടി നമ്മൾക്ക് ഇന്ന് ഈ വേദിയിൽ ചർച്ച ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ എന്ത് പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് എല്ലാവരും കൂടി ഇന്നത്തെ, അതായത് നമ്മുടെ വിശിഷ്ട വ്യക്തികൾ നമ്മൾ മേൽഘടകങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ നിർദ്ദേശങ്ങൾ നമ്മൾ ഈ ഒരു വേദിയിൽ എല്ലാവരും അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചതിന് ശേഷം നമ്മൾക്ക് എന്തെല്ലാം പ്രവർത്തനങ്ങൾ നമ്മുടെ മഹിളാ സംഘങ്ങളിൽ നമുക്ക് ചെയ്യാമെന്ന് നമ്മൾ ആലോചിക്കാൻ, നിങ്ങളുടെ ഓരോരുത്തരും ഓരോ ശാഖകളിലെയും മഹിളാ സംഘങ്ങളിൽ ചെന്ന് നിങ്ങൾ ചർച്ച ചെയ്യുക. അടുത്ത മീറ്റിങ്ങിന് നമ്മൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ താലൂക്കിനെ അറിയിക്കാം. നമ്മുടെ ഈ മഹിളാ സംഘം രൂപീകരിച്ചത് സ്ത്രീകളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, അതുപോലെ വരുമാനം, ഇത് മൂന്നും ഉൾപ്പെടുത്തിയാണ് മഹിളാ സംഘങ്ങൾ നമ്മൾ രൂപീകരിച്ചത്. എന്നാൽ ഇപ്പോൾ വിദ്യാഭ്യാസം നമ്മൾ എല്ലാം കുട്ടികൾക്കായാലും നമ്മൾ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം നമ്മൾ നൽകുന്നുണ്ട്, അതുപോലെ തന്നെ ആരോഗ്യം. പക്ഷെ എന്നാൽ വരുമാനം, അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതിനാണ് നമ്മുടെ മഹിളാ സംഘങ്ങളിൽ നമുക്ക് ഒരു പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നടക്കാത്തതിന്റെ സാഹചര്യത്തിലാണ്. അപ്പോൾ അത് നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ ശക്തിപ്പെടുത്തണം. ഈ ഒരു കൺവെൻഷനോട് കൂടി ഇപ്പോ ഇത്ര മഹിളകള് നമ്മുടെ ഈ ഒരു വേദിയിൽ നമുക്ക് വന്നിട്ടുണ്ട്. അത് നമുക്ക് സന്ധ്യവേദി പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം എനിക്ക് എടുത്തു പറയാനുള്ളത് വേറെ ഒന്നുമല്ല, 2014 ഡിസംബർ 24 ജില്ലയിൽ വന്നപ്പോൾ ആ പ്രസിഡന്റ് സ്ഥാനം കയറിയതിനു ശേഷം ആദ്യമായിട്ട് പങ്കെടുത്ത ഒരു താലൂക്കും കൂടിയാണ് ഈ കൊച്ചി താലൂക്ക്. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത് ഗായത്രി യൂണിറ്റ് മാത്രമാണ്. ഈ വേദിയിൽ ഇന്ന് ഇത്രയും സദസ്സ് ഒരുക്കി തന്നതിന് ഈ യോഗത്തിന്റെ അധ്യക്ഷൻ നെല്ലി ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി ജയന്തി, അതോടൊപ്പം തന്നെ ഈ വേദിയിൽ കാര്യക്ഷമമായി എല്ലാ രീതിയിലും ഓടി നടന്ന് ഇന്ന് ജില്ലയിൽ എത്തി നിൽക്കണം മഹിളാ സംഘം പ്രസിഡന്റ് വനജ സജീവൻ, അതോടൊപ്പം നമ്മുടെ ഈ താലൂക്കിന്, കൊച്ചി താലൂക്കിന് VSS ശക്തമായിട്ട് മുന്നേറി പ്രവർത്തിക്കുന്ന, ഏത് രംഗത്തും പ്രവർത്തന രംഗം കാഴ്ചവെക്കുന്ന ഉണ്ണിച്ചേട്ടൻ, ഗോകുൽദാസ് എത്തിയിട്ടില്ല, രാധാകൃഷ്ണൻ ചേട്ടൻ ജില്ലയുടെ ട്രഷറാണ്. രാധാകൃഷ്ണൻ നമ്മളോടൊപ്പം ഈ VSSന്റെ ഭാഗമായി നിന്നുകൊണ്ട് എന്ത് ചെയ്യണം, ഏത് രീതിയിലെ സപ്പോർട്ട് സഹകരണം ഉണ്ടായിരിക്കുന്ന നമ്മുടെ ജില്ലയിലെ വൈസ് പ്രസിഡന്റ് അനിൽ കുമാർ ഒത്തിരി ദൂരത്തു നിന്നാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. രാവിലെ എത്തിയതാണ് ഞങ്ങൾ ഈ സമയം ഇവിടെ എത്തിയപ്പോൾ. എങ്കിലും നമുക്ക് വേണ്ടി സമയം വൈകി എന്നുള്ള ഉദ്ദേശത്തോടെ യാതൊരു സാധനം കഴിക്കാതെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. വന്ന വഴി വെള്ളം കുടിക്കാൻ നമ്മളെല്ലാവരും കണ്ടിരുന്നു. എങ്കിലും നമ്മുടെ സഹോദരിമാരെ മാനോളം ഉയർത്തണം, എവിടത്തോടെ എത്തിച്ചു നിർത്തണം എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. ഈ കൊച്ചി താലൂക്ക് നമ്മളോടൊപ്പം നല്ല സഹകരണം കാഴ്ചവെക്കും എന്നുള്ള ഒരു തെളിവ് എനിക്ക് സാക്ഷി സഹിതം കിട്ടിയിട്ടുണ്ട്. ഇതിക്ക് മുമ്പ് ഞാൻ 2 മീറ്റിംഗ് പങ്കെടുത്ത ഒരാളാണ്. ഒരു സ്കൂളാണ്, ഗവനീശ്വരം കഴിഞ്ഞപ്പോൾ ഒരു സ്കൂളില് സൈഡിൽ വരെ നിൽക്കാൻ സ്ഥലമില്ലാത്ത രീതിയിലൊരു മീറ്റിംഗ് അവിടെ പങ്കെടുത്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ വരുമ്പോൾ ഹരിച്ചാട്ടനായിരുന്നു പ്രസിഡന്റ്. അതിനുശേഷം ഹരിച്ചാട്ടനെ
എന്ത് കാര്യത്തിലും പ്രവർത്തിക്കാൻ ആ പ്രവർത്തനം കാഴ്ചവെക്കാൻ നല്ലൊരു മനസ്സുള്ള വ്യക്തിയും കൂടിയാണ്. അദ്ദേഹത്തിന്റെ സഹകരണത്തോടു കൂടിയാണ് ഇന്ന് ഈ വനിതാ സജീവൻ ഇത്തരം സഹോദരിമാരെ വിളിച്ചു ചേർത്ത് ഈ സഹോദരിമാരെ അദ്ദേഹത്തോടൊപ്പം നിന്നുകൊണ്ട് നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഈ കൊച്ചിത്താറ്റിന്റെ മകളുകൾക്ക് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല. ഗായത്രി യൂണിറ്റ് ആദ്യം ആരംഭിച്ചു എങ്കിലും ഇന്നും മകള സംഘത്തിലേക്ക് വിടാതുകൊണ്ട് ഇന്ന് ആ സഹോദരിമാരെ എന്റെ മുന്നിൽ നിന്ന് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇതോടൊപ്പം തന്നെ എടുത്തു പറയാനുള്ള സ്റ്റേറ്റിൽ ഞാൻ എത്തിയതിനു ശേഷം മകള സംഘത്തിന് എല്ലാ ജില്ലകളിൽ നിന്നും വിളിച്ചു. താലൂക്ക് തലത്തിൽ മകള സംഘം വിളിച്ചു. അപ്പോൾ അന്ന് നിറഞ്ഞ സദസ്സിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തം ഉണ്ടായിരുന്നത് വനിതാ സജീവന്റെ കൊച്ചി താലൂക്കിൽ നിന്നാണ്. എനിക്ക് എടുത്തു പറയാതിരിക്കാൻ വയ്യ. ആ ഒരു രംഗത്ത് സ്റ്റേറ്റ് ലെവലിൽ എല്ലാവരും എന്നോട് പറഞ്ഞു പ്രസിഡന്റിനെ പ്രത്യേക അഭിനന്ദിക്കണം. ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുപ്പിച്ച എറണാകുളം ജില്ലയിൽ നിന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ നിന്നുകൊണ്ട് വീണ്ടും മഹിളാ സംഘത്തിന്റെ ഒരു മീറ്റിംഗ് എറണാകുളം ജില്ലയിൽ ആദ്യമായിട്ട് സംഘടിപ്പിക്കാൻ സാധിച്ചു. അന്ന് 300 പേര് പങ്കെടുത്ത വേദിയിൽ ഈ കൊച്ചി താലൂക്കിൽ നിന്ന് നല്ല സാന്നിധ്യം ഉണ്ടായിരുന്നു. എടുത്തു പറയാതിരിക്കാൻ വയ്യ. ഈ സഹകരണം കാഴ്ചവെച്ച നമ്മുടെ സഹോദരിമാര് വീണ്ടും വൻ തലമുറയിലേക്ക് കൈമാറുന്നതിന് വേണ്ടി കുതിച്ചുയരുകയാണ്. അതിന്റെ ഒരു നിറകുടമാണ് ഇന്ന് എന്റെ മുന്നിൽ കാണാൻ സാധിച്ചത്. സഹോദരന്മാരുണ്ടെങ്കിലും സദസ്സ് നിറയെ സഹോദരിമാരാണ്. ഉണ്ണിച്ചാണ്ടിയുടെ പ്രവർത്തനം അത്രത്തോളം കാര്യക്ഷമമായ പ്രവർത്തനമാണെന്ന് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം അദ്ദേഹം കണ്ട നാട് മുതൽ എനിക്കറിയാം. വർഷങ്ങളോളം കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. നല്ല സഹകരണ ആത്മാർത്ഥയും എന്ത് കാര്യം തുറന്ന് സദസ്സിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഇനി കൊച്ചി താലൂക്കിൽ ഇത്ര ഉയർച്ച കാണാൻ സാധിച്ചത്. ഏതാണ്ട് 3 മാസക്കാലമേ ആയുള്ളൂ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കടന്നു വന്നിട്ട്. മൂവാറ്റുപുഴ താലൂക്കിൽ നിന്നുള്ള ഒരു പ്രവർത്തകനാണ് ഞാൻ. മൂവാറ്റുപുഴ താലൂക്കിൽ പെരുമ്പടവം ശാഖയിൽ നിന്നുള്ള ആളാണ്. പെരുമ്പടവം എന്ന് പറയുന്ന സ്ഥലം അറിയില്ലായിരിക്കാം. പെരുമ്പടവം എറണാകുളം ജില്ലയുടെ അങ്ങേയറ്റമാണ്. ചേച്ചി ഇവിടെ സൂചിപ്പിച്ചു ഒരുപാട് ദൂരെ നിന്നൊക്കെ വന്നുപോയി എന്ന് പറയുന്നു. ഏതാണ്ട് കോട്ടയം ജില്ലയുടെയും എറണാകുളം ജില്ലയുടെയും ഒക്കെ ഒരു അതിർത്തിയിൽ നിന്നാണ് ഞാൻ എത്തുന്നത്. ഏതാണ്ട് 2007 കാലഘട്ടം മുതൽ സജീവമായി സംഘടനയുടെ പ്രവർത്തനങ്ങളിലുണ്ട്. ശാഖയുടെയും താലൂക്കിന്റെയും അതുപോലെ ഇപ്പോൾ ജില്ലയുടെയും ഒക്കെ പ്രവർത്തന നിരകളിലൂടെ പ്രവർത്തനങ്ങളെ കണ്ടു പഠിച്ചും കണ്ട് ശീലിച്ചുമൊക്കെ ഇത്തരത്തിലുള്ള വേദികളിലൂടെ പലതുമൊക്കെ കണ്ടും കേട്ടും പഠിച്ചുമൊക്കെ ഇവിടം വരെ എത്തി നിൽക്കുന്നു. എനിക്ക് പലപ്പോഴും വനിത ചേച്ചി എന്നോട് പറയാറുണ്ട്, കൊച്ചി താലൂക്കിന്റെ ഒരു യോഗവേദിയിൽ അനിൽ വരണം, പങ്കെടുക്കണമെന്നൊക്കെ. പക്ഷെ ആഗ്രഹവും ഉണ്ടായിരുന്നു വരണമെന്നൊക്കെ. എങ്കിലും ഇപ്പോഴാണ് അതിനുള്ള സമയം സംജാതമായത്. ഉണ്ണിച്ചേട്ടനുമായൊക്കെ കുറെ നാളുകളായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. ഏറ്റവും മികച്ച താലൂക്ക് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അദ്ദേഹം നമ്മളുടെ യോഗവേദികളിൽ അവതരിപ്പിക്കുന്ന ചില അർത്ഥവത്തായിട്ടുള്ള ചില കാര്യങ്ങൾ, അതുപോലെ തന്നെ സമൂഹത്തിന് അല്ലെങ്കിൽ വിശ്വകർമ്മ സമൂഹത്തിന് ഏതു തരത്തിൽ ഉന്നതങ്ങളിലേക്ക് ഉയർന്ന് പ്രവർത്തിക്കുവാൻ അല്ലെങ്കിൽ ഉയർന്ന് പോകുവാൻ സാധിക്കുമെന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള വളരെ കൃത്യമായ നിരീക്ഷണവും കൃത്യമായ നിർദ്ദേശങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് അദ്ദേഹം പലപ്പോഴും ജില്ലാ കമ്മിറ്റിയെ സമ്പന്നമാക്കാറുണ്ട്. അതുപോലെ തന്നെ വനിത ചേച്ചിയും ഒക്കെ പലപ്പോഴും സംസാരിക്കുന്നതെല്ലാം സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ചാണ്. ഞാനിവിടെ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പരിപാടികൾ? സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് ഇനി മുന്നോട്ട് ഏത് തരത്തിലാണ് പ്രവർത്തിക്കുവാനുള്ള ഒരു സന്നദ്ധത നിങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കേണ്ടത്? നമുക്ക് 6 ശാഖകൾ താലൂക്കിലുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ആ 6 ശാഖയുടെയും വനിതാ പ്രവർത്തകർ 10 പേർ അടങ്ങുന്ന സംഘം എത്തിയാലും 60 പേർ ഈ യോഗവേദിയിൽ ഉണ്ടായിരിക്കണം. പക്ഷെ നമുക്ക് എന്ത് കിട്ടുന്നു എന്നുള്ള ആ ഒരു മനോഭാവത്തിൽ പലരും നമ്മളുടെ അത്രയും സമയം എന്തിന് ഈ വേദിയിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള യോഗങ്ങളിൽ നമ്മൾ വിനിയോഗിക്കണം എന്ന് കരുതി മാറി നിൽക്കുന്ന നിരവധി ആളുകൾ നമുക്കിടയിലുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു മാറ്റം വരുത്തിക്കൊണ്ട്
ഒരു സംഘടന എന്ന് പറയുന്ന സംഘടനയുടെ ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ട് ശാഖ, താലൂക്ക്, ജില്ല, സംസ്ഥാനം എന്നിങ്ങനെ ഘടകങ്ങളായി തിരിച്ചിരിക്കുന്ന ഓരോ ഘടകങ്ങളിലും അതിൻ്റെതായ കൃത്യമായ പ്രവർത്തനങ്ങളിൽ പുരുഷന്മാരോടൊപ്പം തന്നെ തത്തുല്യമായ പദവിയിൽ നിന്നുകൊണ്ട് സ്ത്രീ സമൂഹവും പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഒരു വീട് എന്ന് പറയുമ്പോൾ ആ വീടിന്റെ നാഥൻ പുരുഷനാണെങ്കിലും അവിടെ വളരെ കൃത്യമായി പ്രവർത്തിക്കുന്നതും ആ വീടിനെ അല്ലെങ്കിൽ ആ ഒരു അതിന്റെ ചട്ടക്കൂടിനെ വളരെ കൃത്യമായി സൂക്ഷ്മതയോടുകൂടി ആ ഒരു കുടുംബം ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് വളരെ കൃത്യതയോടുകൂടി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഒരു വനിതയുടെ ബുദ്ധിയും അല്ലെങ്കിൽ ആ വനിതയുടെ പ്രാപ്തിയും മാത്രമായിരുന്നു. ചുണ്ടു നുണയുന്നു, കവിതയുടെ ലഹരി നുകരുന്നു, കൊച്ചു സുഖ ദുഃഖ മഞ്ചാടി മണികൾ ചേർത്തു വെച്ചു പല്ലാൻ കുഴിക്കുന്നു, വിരിയുന്നു പൊഴിയുന്നു യാമങ്ങൾ നമ്മളും പിരിയുന്ന യാത്ര തുടരുന്നു. മായുന്ന സന്ധ്യകൾ മടങ്ങി വരുമോ, പാടി മറയുന്ന പക്ഷികൾ മടങ്ങി വരുമോ, എങ്കിലും സന്ധ്യയുടെ കയ്യിലെ സ്വർണവും പൈങ്കിടിപ്പൊക്കിൽ കിനിഞ്ഞതേ തുള്ളിയും പൂക്കൾ നെടുവീർപ്പിടും ഗന്ധങ്ങളും മൗനപത്രങ്ങളിൽ കാത്തുവച്ച മാധുര്യവും മാറാപ്പിനുണ്ടെന്റെ മാറാപ്പിനുണ്ടതും പേറി ഞാൻ യാത്ര തുടരുമ്പോൾ മുറതെറ്റിയെത്തുന്ന ശിശരം വിറകൊഴുതരുന്ന ശിഖരം ഒരു ധരിപ്പോടിന്റെ ചുടുചില്ലുകൾക്കിടയിലെരിയും നഗരരുകൾ കിടുന്നു. വഴിവക്കിൽ നിന്നേറ്റി വന്ന വിറകിൻ പുൽ മുഴുവനും എരിഞ്ഞു തീരുന്നു. ഒടുവിലൻ ഭാണ്ഡത്തിൽ ഭദ്രമായി സൂക്ഷിച്ച തുടുചന്ദനത്തുണ്ടു വിറകും അന്ത്യമായി കൺചിമ്മി അഗ്നിക്കു നൽകി ഞാൻ വന്നതിൻ ചൂടേറ്റുവാങ്ങി. പാടുന്നു നിന്നൊരീ യാത്രയിൽ തളരുമൻ പാധേയമാകുമൊരു ഗാനം, പാധേയമാകുമൊരു ഗാനം. എന്തെങ്കിലും മനസ്സിലായി? മനുഷ്യ ജീവിതത്തിന്റെ അല്പസമയമാണ് നമ്മൾ ഒത്തുകൂടുന്നത്. ആ ഒത്തുകൂടലിനിടയ്ക്ക് നമുക്ക് പലതും ചെയ്യാൻ സാധിക്കും. നമ്മളുടെ അവസാന വെള്ളിവെക്കുവരെ നമ്മൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടി, നമ്മളുടെ വിഭാഗത്തിന് വേണ്ടി, നമ്മളുടെ ഈ കർമ്മഭൂമിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കണം. കൃഷ്ണനാണ് ഇവിടെ നമ്മുടെ കൊച്ചി താലൂക്കിന്റെ താലൂക്ക് പ്രതിനിധി. ഇന്ന് ഇതിന്റെ അധ്യക്ഷനായിട്ടിരിക്കുന്നു നമ്മുടെ നെല്ലിയൂടി കൃഷ്ണൻ തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തിന്റെ മഹിളാ സംഘം പ്രസിഡന്റ്. ചേച്ചിയെ പറ്റി ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഭയങ്കര കൂടുതലായി പോകും. അതെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര അറ്റാച്ചായിട്ട് ആൾക്കാർ പേര് ഞാൻ പൊക്കി പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ടൊന്നും പറയത്തില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട അമ്പിയ ചേച്ചി വളരെ ശക്തമായി തന്നെ ഈ ജില്ലയിൽ വന്നു, നമ്മുടെ ഈ താലൂക്കിൽ വന്നുകൊണ്ട് വളരെ ശക്തമായി നമ്മുടെ മഹിളാ സംഘങ്ങളെ രൂപീകരിച്ചുകൊണ്ടും വളരെ നല്ല രീതിയിൽ നമുക്ക് താലൂക്ക് മഹിളാ സംഘം തന്നെ ഉണ്ടാക്കിക്കൊണ്ട് ഈ ഒരു വേദി ഒരുക്കാൻ ഒരു സംവിധാനം ഒരുക്കുന്ന അമ്പിയ ചേച്ചി. അതോടൊപ്പം തന്നെ നിങ്ങളോട് ഇപ്പൊ സംസാരിച്ച എന്റെ സഹോദരനായ അനിൽ വേറ്റി, ജില്ലാ വൈസ് പ്രസിഡന്റ്. ജില്ലയിൽ വന്ന കാലം തുടങ്ങി ഞങ്ങള് വളരെ പുള്ളിയുടെ ആശയത്തോടും ഒരുപാട് എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടും പുള്ളിയുടെ ആ കാഴ്ചപ്പാടുകൾ വളരെ നല്ലൊരിതായതുകൊണ്ട് ഞങ്ങൾ വളരെ ഫ്രണ്ട്സാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും നല്ലൊരു ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ജില്ലയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് അനിലിനെ പറയാൻ പറ്റും. പിന്നെ എന്റെ സെക്രട്ടറി ജിഷ ശ്രീ മുരുകൻ വരുന്നത് വാഴക്കുളം ശാഖയിൽ നിന്നാണ്. വാഴക്കുളം
വാഴക്കുളം ശാഖയിൽ നിന്നാണ്. പുള്ളിയുടെ ഹസ്ബൻഡ് ബാക്കിൽ വന്നിരിപ്പുണ്ട്, ശ്രീമുരുകൻ. രണ്ടുപേരും കൂടി യാത്ര ചെയ്യുള്ളൂ. അപ്പൊ എന്റെ സെക്രട്ടറി, പിന്നെ നമ്മുടെ നിങ്ങളെല്ലാവരും അറിയാം നമ്മുടെ രാധാകൃഷ്ണേട്ടൻ, ജില്ലയുടെ എടവനക്കാട് ശാഖ മെമ്പറും ജില്ലയുടെ ഖജാൻജിയുമായ രാധാകൃഷ്ണേട്ടൻ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മുടെ ഉണ്ണിച്ചേട്ടൻ. നമ്മുടെ എല്ലാ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും നമ്മളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും മഹിളാ സംഘം എന്ത് വേണം എന്ന് പറഞ്ഞ ചേട്ടൻ ഓക്കെ നോ എന്ന് പറഞ്ഞിട്ടില്ല ഇന്നുവരെ. അത്രയും ശക്തമായി നമ്മളോടൊപ്പം നിൽക്കുന്ന നമ്മുടെ ഉണ്ണിച്ചേട്ടൻ, അതോടൊപ്പം തന്നെ നമ്മുടെ ഖജാൻജി അനിൽകുമാർ, ഈ താലൂക്കിന്റെ എല്ലാ ചുക്കാനും പിടിക്കുന്ന ഒരാള് തന്നെയാണ്. എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ പറമ്പിന്റെ കാര്യങ്ങളെ ഏറ്റവും കൂടുതൽ ഓടി നടന്ന് ജോലികളൊക്കെ ഓടി നടന്ന് അത് നമുക്ക് സ്വന്തമാക്കി തന്ന നമ്മുടെ ഏറ്റവും നല്ലൊരു മെമ്പറാണ് അനിൽ. പിന്നെ നമ്മുടെ വൈസ് ജോയിന്റ് സെക്രട്ടറി താലൂക്ക് സെക്രട്ടറിയും ജില്ലാ വൈസ് ജോയിന്റ് സെക്രട്ടറി ഇവിടെ വന്നിട്ടില്ല, അവർക്ക് കൂടിയിട്ടും. അതോടൊപ്പം തന്നെ ഈ വേദിയിലിരിക്കുന്ന എന്റെ എല്ലാ ശാഖാ മഹിളാ സംഘം ഭാരവാഹികൾക്കും വളരെയധികം ഒരു നന്ദി പറയാണ്. ഇത്രയും വേദിയിൽ കോവിഡിന് ശേഷം നിങ്ങളെ ഇങ്ങനെ കാണാൻ സാധിച്ചാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നിപ്പോ ഇവിടെ എനിക്ക് ഒരു ദൗത്യം തോന്നുന്നത് എന്താന്ന് പറയുന്നത്, എന്നോട് പറഞ്ഞു ഇവിടെ വിശ്വകർമ്മ ദർശനം എന്ന് പറയാം. ഞാൻ പറഞ്ഞു ഞാനങ്ങനെ ഭഗവാന്റെ കാര്യങ്ങളിലേക്ക് കടന്നുപോയി ചിന്തിക്കാൻ ഞാൻ ആളല്ല. എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതിനെ ആധികാരികമായി പറയാനുള്ള ഒരു കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ എന്നോട് എന്റെ താലൂക്കിന്റെ സെക്രട്ടറി പറഞ്ഞു, അതിനെ എങ്ങനെയെങ്കിലും ഓരോ ഘടകങ്ങളാക്കിക്കൊണ്ട് സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ അതുകൊണ്ട് ആ ഒരു സംഘടനയെ സമ്പത്തിനെ ഞാൻ 5 ഘടകങ്ങളാക്കി തിരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുക. ആദ്യം തന്നെ ബഹുമാനം, അങ്ങനെ 5 സെക്ഷനാണ് ഞാൻ ഉണ്ടാക്കിയത്. രണ്ടാമത് സ്ഥാനമാനങ്ങൾ, മൂന്നാമത് ഭക്തി മാർഗത്തിലൂടെ കുറച്ചു നേരം പോകാം. അതോടൊപ്പം തന്നെ മഹിളാ സംഘത്തിന്റെ ആവശ്യകത, സംഘടനയുടെ ആവശ്യകത, ഈ VSS എന്ന സംഘടന ആവശ്യകത, ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് ചെറിയ തോതിൽ നിങ്ങളോട് പറയാനുള്ളത്. എന്റെ സെക്രട്ടറി പറഞ്ഞ മൈക്ക് കാണുമ്പോ ചേച്ചി ഒരുപാട് നേരം സംസാരിക്കരുത്, എനിക്ക് സംസാരിക്കാനാണ്. എന്നിരുന്നാലും ഞാൻ പറയാണ് ബഹുമാനം. ഇന്നിപ്പോ നമ്മുടെ ഈ വേദിയിൽ ഇവിടെ നമ്മുടെ ജില്ലാ ഭാരവാഹികൾ ഇവിടെ കയറി വന്നു. വളരെ സന്തോഷത്തോടു കൂടി നമ്മളെല്ലാവരും എഴുന്നേറ്റ് അവർ സ്വീകരിച്ചു. എന്തൊരു സുഖമായിരുന്നു അറിയാം. ഇവിടെ ഇരുന്നപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കുളിര് പോലെയായിരുന്നു. വെച്ചാൽ ഒരു വേദിയിൽ ഈ വരുന്ന അവളല്ലേ വരുന്നേ അല്ലെങ്കിൽ അവനല്ലേ വരുന്നേ അവിടെ ഇരിക്കുക എന്നുള്ള ഭാവത്തില് എല്ലാ വേദികളിലും കാണുന്ന ഒരു സ്വഭാവമാണ്. അത് ഇനി മുതലുണ്ടാവുന്നത്. അറ്റ്ലീസ്റ്റ് നമ്മുടെ താലൂക്കിന്റെ പ്രസിഡന്റ് ആയിക്കോട്ടെ, ഇപ്പൊ മഹിളാ സംഘം പ്രസിഡന്റ് നെല്ലുണ്ണി കൃഷ്ണൻ നിങ്ങളുടെ ഒരു ശാഖാവേദിയിലേക്ക് കടന്നു വരുന്നു. ആ വ്യക്തി കയറി വരുമ്പോൾ അവിടെ കയറി വരുന്നത് നെല്ലുണ്ണി കൃഷ്ണനായിട്ടല്ലാന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ വ്യക്തി അവിടെ കയറി വരുന്നത് ഒരു താലൂക്കിന്റെ പ്രതിനിധിയായിട്ട്, നിങ്ങളെല്ലാവരും തെരഞ്ഞെടുത്ത ഒരു താലൂക്കിന്റെ കൊച്ചി താലൂക്കിന്റെ പ്രതിനിധിയാ വരുന്നത്. അവര് ബഹുമാനിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവരാരായിക്കോട്ടെ, സാമ്പത്തികമുള്ളവരായിക്കോട്ടെ ഇല്ലാത്തവരായിക്കോട്ടെ, സൗന്ദര്യം ഉണ്ടാവില്ല, എന്നിരുന്നാലും ആ വരുന്ന ഒരു കയറി വരുന്ന ഒരു സ്ഥാനം അതിന് നിങ്ങൾ പ്രാധാന്യം കൊടുത്തോളൂ. ഇനി നമ്മുടെ മീറ്റിങ്ങുകളിലൊക്കെ അങ്ങനെ വരാം. നമ്മുടെ ശാഖ സെക്രട്ടറി ആയിട്ട് പോകും, അതുപോലെ നമ്മുടെ ശാഖ മീറ്റിംഗ് കൂടിക്കൊണ്ടി നമ്മുടെ ശാഖ സെക്രട്ടറി പ്രസിഡന്റ് കയറി വരുമ്പോ ഒന്ന് എഴുന്നേറ്റ് ബഹുമാനിച്ചാൽ ആർക്കൊന്നും സംഭവിക്കൊന്നുമില്ല. അപ്പൊ അവിടുന്ന് നമ്മൾ തുടങ്ങണം. നമ്മൾ കാണിക്കുന്ന ഈ കാര്യങ്ങളാണ് നമ്മുടെ ഭാവി കാര്യങ്ങളിൽ ഭാവി തലമുറയിൽ കാണിക്കുള്ളൂ. അവിടെ വളരെ ശക്തമായ പരസ്പര ബഹുമാനങ്ങൾ ഉണ്ടാവണം. പരസ്പര കൂടിക്കാഴ്ചകളിൽ തന്നെയെങ്കിലും നമ്മളൊന്ന് ഹായ് പറയുമ്പോൾ അവിടെ നമ്മുടെ മനസ്സിൽ നിന്ന് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സ്നേഹം ഉണ്ടല്ലോ, അത് എവിടെ ഉണ്ടാവും. അല്ലാതെ ഹായ് എന്ന് പറഞ്ഞ് പോകാനുള്ള അങ്ങനെയല്ല നമ്മൾ വേണ്ടത്. അപ്പൊ ആ പരസ്പരം ബഹുമാനിക്കാനുള്ള ഏറ്റവും വലിയൊരു കാര്യം, ഞാൻ ഇന്ന് ജില്ലാ മീറ്റിംഗിലായി പോയാലും ഒരു ജില്ലാ പ്രസിഡന്റ് കയറി വരുമ്പോൾ പോലും അവിടെയുള്ള ഒരു വ്യക്തികളും അവിടെ എഴുന്നേറ്റൊന്നും ബഹുമാനിക്കുന്നില്ല. എനിക്ക് ഒരുപാട് സങ്കടമുള്ള കാര്യമാണ്. എനിക്ക് ആ സീറ്റിലിരിക്കുന്ന അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന അനില വരുമ്പോ പോലും ഞാൻ ഹായ് പറഞ്ഞ് എഴുന്നേറ്റൊന്നും ഞാൻ അവരെ അഭിസംബോധന ചെയ്യും. എന്താണെന്ന് വെച്ചാൽ അവര് നമ്മളെയൊക്കെ മേൽഘടകങ്ങളാണ്. അപ്പൊ നമ്മൾ അവരോട് അത്ര ബഹുമാനം കാണിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ ശാഖാ പ്രവർത്തനങ്ങൾ, സംഘടനാ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെ ബഹുമാനിച്ചുകൊണ്ടും പരസ്പരം വിശ്വസിച്ചുകൊണ്ടും മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനം ഉണ്ടാവണം. ഇനി കൂടെ നമ്മുടെ എല്ലാ മീറ്റിങ്ങുകളും അങ്ങനെ ആയിരിക്കണം. ശാഖാ മീറ്റിംഗ് ആയാലും മഹിളാ സംഘ മീറ്റിംഗ് ആയാലും എല്ലാ മീറ്റിങ്ങുകളിലും ഇത്തരത്തിലുള്ള ഒരു മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണമെന്ന് പറയാണ്. പിന്നെ അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് സ്ഥാനമാനങ്ങളാണ്. ഈ സ്ഥാനമാനങ്ങൾക്ക് ഭയങ്കര ശക്തമായ ഒരു കാര്യമുണ്ട്. ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ പ്രസിഡന്റ് ആവാം എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും വരാറില്ല. ആരെങ്കിലും കുഞ്ഞു തലയൊരു സംഘടനയുടെ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ ഞാൻ ഇനി ഇവിടെ അങ്ങോട്ട് പ്രസിഡന്റ് അല്ലേ, വൈറ്റ് കോളർ ഷർട്ട് വിട്ട് വളരെ നല്ല രീതിയിൽ ഒരു മുണ്ടോട്ട് ഒരു നല്ല സാരി കൊടുത്തു വന്നിരുന്നുണ്ട് ഇനി ഞാൻ പ്രസിഡന്റ് ആണ്. അതല്ല, പ്രസിഡന്റ് എന്ന് പറയുന്ന ആ പദവിക്ക് അതിന്റെ ഉത്തരവാദിത്വമുണ്ട്. ഇപ്പൊ ഇന്ന് ഈ എതിരിക്കുന്ന
അധ്യക്ഷൻ പ്രസിഡന്റ് നെല്ലി ഉണ്ണികൃഷ്ണൻ, ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ സംസ്ഥാനത്തെ പ്രിയങ്കരിയായ സംസ്ഥാന പ്രസിഡന്റ് അംബിക ശശി, മുഖ്യപ്രഭാഷണം നടത്താനെത്തിയ ജില്ലയുടെ വൈസ് പ്രസിഡന്റ് അനിലേട്ടൻ, വിശ്വകർമ്മ ദർശനം നടത്തിയ ശ്രീമതി വനജ സജീവൻ, ജില്ലാ മഹിളാ പ്രസിഡന്റ്, പിന്നെ ഈ താലൂക്കിൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ് ഉണ്ണിച്ചേട്ടൻ, പിന്നെ ജില്ലയുടെ ഖജാൻജി രാധാകൃഷ്ണൻ ചേട്ടൻ, പിന്നെ ജില്ലാ കമ്മിറ്റി അംഗം മണിച്ചേട്ടൻ, പിന്നെ വന്നിട്ടില്ലേലും അദ്ദേഹത്തിൻ്റെ നിർണ്ണയ സാന്നിധ്യം നമ്മുടെ ജില്ലാ യോഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഈ താലൂക്കിലെ മഹിളാ സംഘം മറ്റംഗങ്ങൾ, ഓരോ ശാഖയിൽ നിന്ന് എത്തിയിട്ടുള്ള മഹിളാ സംഘം പ്രവർത്തകർ. ആദ്യമേ തന്നെ ഞാൻ ഇന്ന് വളരെ സന്തോഷത്തിലാണ്. കാരണം ഞാൻ ജില്ലാ കമ്മിറ്റിയിലെ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്ത കാലം മുതൽ എൻ്റെ ഒരു കൂടപ്പിറപ്പ് പോലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒപ്പം നിന്ന ഈ താലൂക്കിലെ അംഗമായ വനജ ചേച്ചി എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ഈ നമ്മുടെ ഭരണസമിതി തീരുന്നതിന് മുമ്പായിട്ട് നീ ഞങ്ങളുടെ ശാഖയിൽ വരണം, അല്ലെങ്കിൽ ഈ താലൂക്കിൽ വരണം എന്നുള്ളത്. അത് ഇതുവരെയായിട്ട് എത്താൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഈ ഒരു മഹനീയമായ വേളയ്ക്ക് ആദ്യം തന്നെ ഞാൻ വിശ്വകർമ്മദേവനോട് മനസ്സുകൊണ്ട് നന്ദി പറയുകയാണ്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത്, ഇവിടെയുള്ള മഹിളാ സംഘ പ്രവർത്തകരുടെ ഈ യൂണിഫോമിൽ നിറഞ്ഞ ഒരു സദസ്സ് കാണാൻ സാധിച്ചത്. എല്ലാവരും നല്ല സുന്ദരികളാട്ടോ, എല്ലാവരും നല്ല സുന്ദരികളായിട്ടാണ് വന്നേക്കുന്നത്. ഇതുപോലെ തന്നെ വേണം നമ്മുടെ മഹിളാ സംഘ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. പിന്നെ എൻ്റെ ദൗത്യം ശരിക്കും സംഘടനാ സന്ദേശം. അതിനി പറയേണ്ട കാര്യം എന്നാന്നുള്ളത് അറിയത്തില്ല. മുഖ്യ പ്രഭാഷണം, അതുപോലെ എല്ലാ പ്രഭാഷണം, പ്രസംഗം തൊട്ട് ഉപക്രമം തൊട്ടുള്ള പരിപാടികളിൽ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്നതാ നിറഞ്ഞ കുളത്തിൽ വേണ്ട വെള്ളം ഒഴിക്കുമ്പം തുളുമ്പി പോണ അവസ്ഥയിലേക്കായിരിക്കും. അതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് ഞാൻ പോകുന്നില്ല. എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ സംസാരിക്കാനാണ് ആഗ്രഹിച്ചേക്കുന്നത്. ആദ്യം നമ്മൾ നമ്മളിൽ തന്നെയൊക്കെ തിരിഞ്ഞു നോക്കാം. നമ്മുടെ വീടുകളിൽ ശരിക്കും ഒരു വനിതയെ അല്ലെങ്കിൽ സ്ത്രീയെ നമ്മൾ കണക്കാക്കുന്നത് ആ വീടിന്റെ വിളക്കായിട്ടാണ്, അല്ലേ? നമ്മൾ ആ വീടിന്റെ വിളക്കായിട്ടാണ് നമ്മളെ കണക്കാക്കുന്നത്. അതേ രീതിയിൽ തന്നെയാവണം നമ്മുടെ സംഘടനയിലും. വഞ്ചി ചേച്ചി പറഞ്ഞ പോലെ ഒരു സംഘടനയുടെ ശക്തിയാണ് നമ്മൾ മഹിളാ സംഘം. ആ മഹിളകൾ 10 പേരുണ്ടെങ്കിലും ആ 10 പേരുടെ ശക്തിയാണ്. അവര് ഒഴിവായാൽ സംഘടനയില്ല എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. ഞാൻ മിനിയൂരിൽ ചെറായി ശാഖയിലെ സെക്രട്ടറിയാണ്. വേദിയിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും സ്വാഗതം പറയുന്നു. പിന്നെ ചെറായി ഇപ്പൊ മഹിളാ സംഘം വലിയ കുഴപ്പമില്ലാതെ എല്ലാവരും വരുന്നുണ്ട്. 18-20 അംഗങ്ങൾ വീതം പങ്കെടുക്കാറുണ്ട് എല്ലാ ആഴ്ചയിലും. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പൊ ഇവിടെ പറഞ്ഞു തന്ന എല്ലാ കാര്യങ്ങളും അതേപോലെ ഞങ്ങൾ ശാഖയിൽ ചെന്ന് പറയും, അതുപോലെ പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യാമെന്ന് പറയുന്നു. ഞാൻ എടവനക്കാട് ശാഖയിലെ മഹിളാ സംഘം പ്രസിഡന്റാണ്. ഞാൻ ജില്ലയുടെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടും അതുപോലെ തന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയും കൂടിയാണ്. അംബിക ചേച്ചിനെ വർഷങ്ങളായിട്ട് എനിക്കറിയാം. ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 6 വർഷം കാലം താലൂക്കിൻ്റെ കൊച്ചി താലൂക്കിൽ തന്നെ നല്ല രീതിയിൽ വനജ സജീവൻ, ഞാൻ, അതുപോലെ തന്നെ ചെറായി ശാഖയിലെ അംബിക ഭുവനചന്ദ്രൻ എന്നിവരൊക്കെ കൂടി നിങ്ങളൊരു താലൂക്ക് ഈ കമ്മിറ്റിക്ക് മുമ്പ് നല്ല രീതിയിലും ശക്തമായിട്ടുള്ള ഒരു രീതിയിലും പ്രവർത്തിച്ച ഒരു താലൂക്കും കൂടിയാണ് ഈ കൊച്ചി താലൂക്ക്. ഈ പ്രാവശ്യത്തെ കോവിഡിന് ശേഷം നമ്മുടെ തെരഞ്ഞെടുപ്പ് വീണ്ടും നെല്ലി ഉണ്ണികൃഷ്ണൻ, ജയന്തി ഗോപി എന്നിവർ അടങ്ങുന്ന ഒരു താലൂക്ക് കമ്മിറ്റി രൂപീകരിക്കുകയും നിർഭാഗ്യവശാൽ
ഈ 6 താലൂക്കുകളിലും ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം, മുമ്പിയ ചേച്ചിയൊക്കെ ഇവിടെ വന്നിരുന്നിട്ട് പറയുന്ന കാര്യമല്ല, മര്യാദയ്ക്ക് പോകുന്നില്ല. എൻ്റെ താലൂക്ക് അല്ല, എൻ്റെ ശാഖയടക്കം. കാരണം നമുക്ക് ഇനി ഈ ഒരു കൺവെൻഷൻ ആദ്യമേ നെല്ലി ഒക്കെ ഇവിടെ യോഗം കൂടിയപ്പോൾ ഞാൻ ചോദിച്ചു കൺവെൻഷന്റെ ഉദ്ദേശം എന്താണ്. അപ്പം നെല്ലി പറഞ്ഞ് അതന്ന് നമുക്ക് പറയാം ചേച്ചി, അന്ന് നമുക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. ശരിക്കും ഇപ്പം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ താലൂക്ക് നല്ല ശക്തമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിച്ചതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഈ താലൂക്കിൻ്റെ കൂടെ നിന്ന് നമ്മുടെ പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റുള്ള കമ്മിറ്റിക്കാരടക്കം നല്ല രീതിയിൽ പ്രവർത്തിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ശാഖയിൽ നിന്നും വരുന്ന പ്രസിഡന്റുമാരോ അല്ലെ സെക്രട്ടറിമാരോ നമ്മൾ മഹിളാ സംഘം എല്ലാവരെയും വിളിച്ചുകൂട്ടി നല്ലൊരു പ്രചോദനം നമുക്ക് ഈ കൺവെൻഷനിൽ നിന്ന് നമുക്ക് ലഭിച്ചു എന്ന് ഇപ്പം നമുക്ക് മനസ്സിലായി. കാരണം നമുക്കറിയാം, നായമ്പലം ശാഖയുടെ മഹിളാ സംഘം പ്രസിഡന്റാണ് ഞാൻ. ആദ്യമായിട്ടാണ് ഇത്രയും ഒരു വേദിയിൽ നിന്നും സംസാരിക്കുന്നത്. എല്ലാവരോടും സംസാരിക്കാനുള്ള ഒരു ധൈര്യക്കുറവ് ആദ്യമേ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അത് മാറ്റി തന്നത് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള താലൂക്ക് പ്രസിഡന്റ് ഉണ്ണിച്ചേട്ടനാണ്. ഞാൻ ഈ വേദിയിൽ വെച്ച് ഉണ്ണിച്ചേട്ടനോട് ഞാൻ അത് പറയാണ്, ഇത്രയും ധൈര്യത്തിൽ നിന്നോട് സംസാരിക്കാനുള്ള ഒരു എനർജി എനിക്ക് തന്നത് ഉണ്ണിച്ചേട്ടനാണ്. കാരണം താലൂക്ക് സമിതികളിൽ ചെല്ലുമ്പോൾ സംസാരിക്കേണ്ട സമയം വരുമ്പോൾ നമുക്കൊരു പേടിയാണ്. പേടിയും എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാനുള്ള ഒരു ധൈര്യക്കുറവ് എല്ലാ മഹിളകളും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ടെന്ന് അറിയാം. എന്നാൽ ഒരു ധൈര്യത്തിന്റെ പുറത്താണ് ഓരോരുത്തരും വന്ന് സംസാരിക്കുന്നത്. ആ ധൈര്യം നമുക്ക് തരുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ പാർട്ട്ണറിൽ നിന്ന്, അതുപോലെ നമ്മൾ ഏറ്റെടുക്കുന്ന സ്ഥാനത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ധൈര്യം. നമ്മുടെ കൂടെ നിൽക്കുന്നവരെ നല്ല ധൈര്യം തരുന്നത് കൊണ്ടാണ് ഈ ഇത്രയും സംസാരം എൻ്റെ അടുത്തുനിന്ന് തന്നെ വരുന്നത്. അത് മഹിളാ സമാജം ഒരു വിധത്തില് പതുക്കെ പോകുന്നുണ്ട്. ഞാൻ 2002 ജൂൺ മാസത്തിലാണ് ഈ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തത്. അതിന് മുൻപ് പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ ഭാരവാഹി സെക്രട്ടറി അവൾക്ക് ഇനി അതിൽ തുടരാൻ പറ്റില്ല, എങ്ങനെയെങ്കിലും എന്നെ ഒഴിവാക്കി തന്നെ എന്ന് പറഞ്ഞ് ശാഖ മീറ്റിംഗ് കൂടിയപ്പോൾ ഈ ഗ്രാമത്തെ വെച്ച് എല്ലാവരും കൂടി നിർബന്ധിച്ച് എന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സെക്രട്ടറി സ്ഥാനത്തേക്ക് മാറ്റി. അപ്പം അത് വേറൊരു അമ്മണിക്കുട്ടൻ എന്ന് പറഞ്ഞ ഒരു അംഗത്തിനെ പ്രസിഡന്റാക്കി. എന്നാൽ ഇന്നേ വരെ അത് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തിട്ടില്ല, ആ സ്ഥാനത്തേക്ക് വന്നിട്ടില്ല, ഒരു ഒപ്പ് പോലും ഇട്ടിട്ടില്ല. അപ്പം എന്താന്ന് വെച്ചാൽ മുൻ ഇതിൽ കുറേ ബാധ്യതകളുണ്ട്. ലോൺ പോയ ഒരു 4000-5000 ഒക്കെ വെച്ച് 5-6 പേര് ലോൺ എടുത്തിട്ടുണ്ട്. അത് കൊറോണയ്ക്ക് മുമ്പ് എടുത്തതാണ്. ഇതേവരെ പലിശയില്ല, മുതലില്ല, ഒന്നുമില്ല. അപ്പൊ ആ ബാധ്യത ഏറ്റെടുക്കാൻ പറ്റൂല. ഞാനില്ല, ഈ ബാധ്യത തീർത്തെന്നാല് ഞാൻ ഒപ്പിട്ട് തരുള്ളൂ എന്ന് പറഞ്ഞോണ്ട് അത്. അപ്പൊ എല്ലാവരും കൂടി എന്നെ നിർബന്ധിച്ച് സെക്രട്ടറി ആക്കിയപ്പോ ഇതെങ്ങനെയെങ്കിലും വീണ് പോവാതെ നടത്തിക്കൊണ്ട് പോകാനായിട്ട് ഞാൻ ഏറ്റെടുത്തു. ഞാൻ പറയും ദൂരം മീറ്റിങ്ങൊന്നും ഞാൻ വരില്ല, എനിക്ക് വരാൻ പറ്റില്ല, അടുത്ത മീറ്റിങ്ങിനൊക്കെ വരാൻ പറ്റുള്ളൂ എന്ന് പറയും. അപ്പൊ അങ്ങനെ അന്ന് മുതൽ എല്ലാ മാസവും 3-ാമത്തെ ഞായറാഴ്ച മീറ്റിംഗ് കൂടിക്കൊണ്ട് പോകുന്നുണ്ട്. പതുക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, വീട് പറ്റില്ല. അപ്പൊ ഒരു 5-6 പേരാണെങ്കിലും മീറ്റിംഗ് കൂടുന്നുണ്ട്. ഞങ്ങൾ നിസ്സാര സംഖ്യയൊക്കെ കിട്ടുള്ളൂ, എന്നാലും വേണ്ടൂല്ല. പിന്നെ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ചെറുതൊക്കെ ലോൺ കുറേശ്ശെ അടുത്തത് ആ ലോൺ തിരിച്ച് പുതിയതായിട്ട് ചോദിക്കുന്നവർക്ക് കൊടുത്ത്. അപ്പം ബാങ്കിൽ നിന്ന് പൈസ എടുക്കണമെങ്കിൽ ഞാനും ഒപ്പിടണം, സെക്രട്ടറി ഒപ്പിടണം. ആ സെക്രട്ടറി ഞാനാണ്. അപ്പം എനിക്ക് അതിലൊപ്പിടാൻ പറ്റില്ല. പ്രസിഡന്റ് പുതിയ ആളാണ്. അപ്പം പഴയ പ്രസിഡന്റും പുതിയ സെക്രട്ടറി അങ്ങനെ ഒപ്പിട്ട്, ദിവ്യയാണ് പഴയ സെക്രട്ടറി, അവളുടെ ഒപ്പ് മേടിച്ചിട്ട് ഞാനും കൂടി ഒപ്പിട്ടിട്ടാണ് പോയി ലോൺ എടുക്കണം. എന്നിട്ട് ലോൺ കൊടുത്ത് അതുവരെ തിരിച്ച് മേടിച്ച് ഇപ്പം ഓരോരുത്തർ 10,000 എടുത്ത് അത് തീർത്ത്, പിന്നെ അടുത്ത ആളെടുത്ത്
മൂന്നാമതൊരാളെടുത്ത് അങ്ങനെ അതങ്ങനെ സാവധാനം കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഗായത്രി വീണുപോയി. വീടിൻ്റെ വിളക്ക് ആയ എൻ്റെ സഹോദരിമാര്, അപ്പുറം ഇരിക്കുന്ന സഹോദരന്മാര്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, നാളത്തെ ദിവസം വിശ്വകർമ്മ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപക ദിനമാണ്. 1968 രൂപീകരിച്ചുമായ ഒരു പ്രസ്ഥാനം നീണ്ട 55-56 വർഷം നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ കാലത്തിനിടയിൽ വിശ്വകർമ്മ സർവീസ് സൊസൈറ്റിയുടെ ഒരുപടി നല്ല കാലങ്ങളും ഉണ്ടായിട്ടുണ്ട്, കെട്ട കാലങ്ങളും കടന്നുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ മഹിളാ സംഘം വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാവും, നമ്മുടെ ഇളങ്ങുന്നപ്പുഴയിലെ രാധ അയ്യപ്പൻ എന്ന രാധ ചേച്ചി മഹിളാ സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ട് കുറേ വർഷങ്ങൾ, കുറച്ചധികമല്ല എങ്കിൽ പോലും കുറച്ച് വർഷങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള ഒരു മഹതിയാണ്. അപ്പം അങ്ങനെയൊക്കെ ഈ കൊച്ചി താലൂക്കിന് സംഘടനാ പാരമ്പര്യം മഹിളാ സംഘത്തിനെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് ചെറുതായിട്ട് കാണാൻ പങ്കെടുത്ത് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളവിടെ പറഞ്ഞു, നമ്മൾ നിർദ്ദേശങ്ങളായിട്ട് പറയുക. അപ്പൊ ആ മൊത്തത്തിലുള്ള തീരുമാനങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പൊ അതൊരു കുടുംബിനെ വിചാരിച്ചാൽ നേരത്തെ കുടുംബത്തിന്റെ വിളക്ക്, ആ വിളക്ക് എന്ന് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ഒന്ന് ഭർത്താവിനോട് പറഞ്ഞാല്, സഹോദരനോട് പറഞ്ഞാല്, മക്കളോട് പറഞ്ഞാല് തീർച്ചയായിട്ടും അതിന് ഫലം ഉണ്ടാകും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുകയാണ്. വാക്കുകളിൽ വൈകിയ വേളയിൽ നിങ്ങൾ അലോരസപ്പെടുത്തിയേക്കാം. കാരണം 1:30 കഴിയണം, എല്ലാവർക്കും വിശപ്പുണ്ട്, എനിക്ക് വിശപ്പുണ്ട്. എന്നാലും എൻ്റെ ചടങ്ങായിട്ട് എന്തെങ്കിലും വാക്കുകൾ പറഞ്ഞില്ലെങ്കിലും മോശമാണെന്ന് എനിക്ക് തോന്നുന്നത്. വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, ഏറെ പ്രിയപ്പെട്ട സദസ്സിലെ ബഹുമാന്യരായ സഹോദരിമാർ, എങ്ങനെയാണ് തുടങ്ങുക, എന്താണ് തുടങ്ങുക എന്നൊരു പിടിയില്ലെങ്കിൽ പോലും വളരെ സന്തോഷം തോന്നുന്നുണ്ട് നമ്മൾ ഈ വേദിയിലേക്ക് നോക്കുമ്പോൾ. സത്യത്തിൽ ജിഷയെ ഞാൻ അനുഗ്രഹിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം കുമാരനാശാന്റെ ഒരു കവിതയുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കും, വീണപ്പൂവ്, അല്ലേ? അത് തുടങ്ങണ എങ്ങനെയാണെന്ന് അറിയാമോ? എങ്ങനെയാണ് മറ്റല്ലേ വാക്കുകൾ ഇങ്ങനെ ബ്രേക്കായി പോയിട്ട അറിയാമോ? അറിയില്ല കവിത തുടങ്ങണത്. വൈരാഗ്യമേറിയൊരു വൈദികനാട്ടെ, ഏറ്റ വൈദിക്ക് മുമ്പേറിയൊരു ബീരുവാട്ടെ, നേരെ വിടർന്നു വിലസീടിന നിന്നെ നോക്കി ആരാകിലെന്ന് മിഴിയുള്ളവർ നിന്നിരിക്കാവുന്നു. സ്ത്രീയെ കുറിച്ച് വർണ്ണിച്ചതാണ്. ആ ഒരു മാനസികമായ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഇത്രയും നേരത്തെ ജിഷപരിചയയുടെ സൗന്ദര്യമുള്ള, സന്തോഷമുള്ള, വളരെ സൗഭാഗ്യവതികളായ സഹോദരിമാരെന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ തീർച്ചയായും ഈ ഒരു എനർജി നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും പകർത്താനും അത് പകർത്തിക്കൊണ്ടുവരുവാനും നടപ്പിലാക്കാനും നമുക്ക് കഴിയണം. എങ്കിലേ ആ ഒരു ജീവിതം എന്താവുള്ളൂ, അനി പറഞ്ഞ പോലെ സാർത്ഥകമാകുള്ളൂ. എനിക്ക് വളരെ വിഷമമുണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ വേദികളിലൊക്കെ വന്ന് പങ്കെടുക്കുകയും ഓരോ വേദിയിലുള്ള സംഭാഷണങ്ങളും പ്രസംഗങ്ങളും ഒക്കെ നമ്മളിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ, കാരണം വിവിധ തലങ്ങളിലുള്ള, വിവിധ സമുദായങ്ങളിലുള്ള, വിവിധ തട്ടുകളിലുള്ള ആളുകളുടെയൊക്കെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ എത്ര വാചാലമായി, എത്ര സൗന്ദര്യമായി, എത്ര ഭംഗിയായി ഭാഷകളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ അവരിങ്ങനെ പിടിച്ചെടുക്കും, അല്ലേ? വളരെ ഞാൻ ദിവസം എന്ന് പറഞ്ഞ പോലെ ഓരോ പ്രഭാഷണങ്ങൾ ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ വെറുതെ കേട്ടുകൊണ്ടിരിക്കും. ഒരു സുരേഷ് ബാബു എന്ന് പറഞ്ഞൊരു സാറുണ്ട്, നിങ്ങൾ ആ യൂട്യൂബ് ഒക്കെ ഓൺ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. നീണ്ടു പോകണുണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കിയേക്കണം കേട്ടോ. ഞാൻ ബൈക്ക് കിട്ടിയാൽ ചിലപ്പോൾ നിർത്തണം എന്ന് വിചാരിച്ചാലും നിർത്താൻ പറ്റാതെ പോകും. അതൊരു വീക്ക്നെസ് ആണ്.
അപ്പൊ അങ്ങനെയുള്ള ആ ഒരു തലത്തിലേക്ക് വന്നിട്ട് നമ്മുടെ വേദികളിൽ വരുമ്പോൾ സത്യത്തിലൊരു നല്ലൊരു പ്രസംഗം, നല്ലൊരു വാക്ക്, പ്രസ്താവനകൾ, നമ്മുടെ പ്രഭാഷണം നമ്മൾ കേൾക്കാറില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അനിലിന്റെ ഒക്കെ വാക്കുകൾ കേൾക്കുമ്പോൾ സത്യത്തില് വളരെ സന്തോഷം തോന്നി. കാരണം ആ രീതിയിലേക്ക് കാര്യങ്ങള് പഠിക്കാനും അത് പ്രസന്റ് ചെയ്യാനുള്ള കഴിവിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുന്നതാണ് സത്യത്തിലൊരു നേതൃത്വ ഗുണം. ഈ നേതൃത്വ ഗുണമുള്ള എത്ര ആളുകളെ വളർത്തിക്കൊണ്ടുവരുവാൻ നമ്മുടെ സംഘടനയ്ക്ക് ശക്തിയുണ്ട്, അല്ലെങ്കിൽ എത്ര പേര് വളർന്നു വരുന്നു എന്ന് നമ്മളൊരു അന്വേഷണം നടത്തണം. തീർച്ചയായും മഹിളകളിലൂടെയും അത് പ്രാവർത്തികമാക്കേണ്ടത്. ഞാൻ പലപ്പോഴും നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. സിനിമാവോ ഭണ്ഡാര നായിക കേട്ടിട്ടുണ്ടോ? ആരായിരുന്നു? ശ്രീലങ്കയുടെ ഒരു വനിതയായിരുന്നു. അതിനുശേഷം വന്നൊരു വനിത, പ്രഗത്ഭയായ ശക്തയായ വനിത ഉണ്ടാരാണ്? നമ്മുടെ ഇന്ദിരാഗാന്ധി. 2 മാർക്ക് കിട്ടാം. ഇനിയും ശക്തയായ ഒരു വനിതയെ കുറിച്ച് നമുക്കറിയാം. ആരാണ്? ബ്രിട്ടീഷിന്റെ പ്രധാനമന്ത്രി മാർഗരറ്റ് താച്ചർ. അത്രത്തോളം പ്രാധാന്യം, അത്രത്തോളം കഴിവുകൾ, ശക്തിയുള്ള വനിതകൾ ഈ ലോകത്ത് ഉണ്ടായിട്ട് പോലും നമ്മൾ താഴത്തേക്ക് വന്ന് നമ്മുടെ ഈ മഹിളാ സംഘങ്ങളിൽ അന്വേഷിച്ചു പോകുമ്പോൾ ഒരാളെയും അത്രയും വേണമെന്നില്ല ഈ പ്രസ്ഥാനത്തിന് ഒന്ന് നന്നായി കൊണ്ടുപോകാൻ, നല്ല രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളത് തികച്ചും എന്താ പറയാ, കഴിവില്ലാഞ്ഞിട്ടാണോ സത്യത്തില്? ആണോ? അല്ല, മനസ്സില്ല, മടി, അല്ലെങ്കിൽ എന്താ പറയാ, ആരോടെങ്കിലും ഒന്ന് പറഞ്ഞ് 2 പറയുമ്പോഴേക്കും അപ്പോഴേ ദേഷ്യമായി, അവളിത് കേട്ടില്ല, ഇത് ചെയ്തില്ല, അല്ലേ? അങ്ങനെയൊക്കെ തോന്നുന്നല്ലേ ചേച്ചി വിളിച്ചിരിക്കേണ്ടത്. അപ്പൊ ആ തലത്തിലേക്ക് പോവാതെ കാര്യങ്ങളെ നല്ല രീതിയിലേക്ക് കാണുകയും കണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു തലത്തിലേക്ക് മഹിളാ സംഘത്തിനെ കൊണ്ടുവരണം. നമ്മൾ കേട്ട ചില ചോദ്യങ്ങളാണ്. കൺവെൻഷൻ നടത്തുന്നത് എന്തിനാണ്? ഈ കൺവെൻഷൻ എന്താണ്? ഇതുകൊണ്ടുള്ള പ്രയോജനം? ഇത്രയും പൈസ ചെലവാക്കി വീട്ടിൽ കുത്തിയിരുന്ന് ഭക്ഷണമൊക്കെ, ചോറും കറികളും ഒക്കെ ഓരോരുത്തരൊക്കെ ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് തിന്ന് ചിരിച്ച് കളിച്ച് പോവാൻ മാത്രമാണോ നമ്മുടെ കൺവെൻഷൻ? നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, എങ്ങനെ ചെയ്യാൻ കഴിയും? ജിസയുടെ വാക്കുകൾ കേട്ടിട്ട് സത്യത്തിൽ എനിക്കതിങ്ങനെ ഇനി തീരരുത് എന്ന് വിചാരിച്ചു പോയി. ആ വാക്കുകൾ ഇങ്ങനെ ഒരു സഹോദരി, അല്ലെങ്കിൽ എന്റെ മകളുടെ പ്രായമല്ല, കൂടുതലുണ്ട്. അപ്പൊ അതിങ്ങനെ പറയുമ്പോൾ അവളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. അപ്പൊ ആ തലത്തിലേക്കെല്ലാം വരുന്ന രീതിയിൽ ഒരു പ്രവർത്തനങ്ങൾ മഹിളാ സംഘം സജ്ജമാക്കണം, നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുവരണം. ഇനി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതോടൊപ്പം തന്നെ നിങ്ങളിൽ ഏൽപ്പിക്കപ്പെടുന്ന കർത്തവ്യങ്ങള് അതേ രീതിയിൽ നടപ്പിലാക്കാനുള്ള ഒരു ആർജവം കൂടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും